ഹായ്, നമ്മുടെ പാർട്ട് 4 ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ബഹുപദങ്ങളുടെ പോളിനോമിയലിന്റെ ഭാഗമാണ് ചെയ്തിരുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി പുതിയൊരു ചോദ്യം നമുക്ക് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 27x പ്ലസ് 180. ഓക്കെ, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങളായിരുന്നു. അതായത് ഇവിടെ ഈ നമ്പർ ചെറിയ സംഖ്യകൾ ഉണ്ടായിരുന്നു, 6 അല്ലെങ്കിൽ 4 അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംഖ്യകളായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന് പകരം നമ്മൾ കുറച്ചൊരു വലിയ സംഖ്യ എഴുതുന്ന സമയത്ത് ഈ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ചോദ്യം ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് 27x പ്ലസ് 180 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെ കമ്പോണന്റുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഓരോ സ്റ്റെപ്പുകളായിട്ട് മനസ്സിലാക്കി വെക്കാം. ഈ 180 എന്ന് പറയുന്ന ഒരു ഭാഗം, ഈ 180 എന്ന് പറയുന്നത് ശരിക്ക് ഈ 180 എന്ന് പറയുന്നത് എന്താ, ഇത് a ഇൻറ്റു ബി ആ, ദാറ്റ് ഈസ് എ ബി ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതെന്താ, ഈ 27 എന്ന് പറയുന്നത് അത് എ പ്ലസ് ബി ആ, അത് നമുക്കറിയാം, എ പ്ലസ് ബി ആ. ഈ സെയിം കാര്യം ഞാൻ ഇവിടെ താഴെ എഴുതി വയ്ക്കുന്നുണ്ട്, എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 27. അതേപോലെ തന്നെ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 180. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. നമ്മൾ ആദ്യമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ എ മൈനസ് ബി കണ്ടുപിടിക്കണം. എ മൈനസ് ബി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം, എ മൈനസ് ബി കാണാനായിട്ട് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ഒരു സ്ക്വയറിലിട്ട് വെക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിക്കണം. ഇത് 8ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്, അപ്പോൾ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 27, അതിന്റെ സ്ക്വയർ മൈനസ് 4 എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, എ ബി എന്ന് പറയുന്നത് 180 ആണ്. 4 ഇൻറ്റു 180. ഓക്കെ, ഈ 27ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 27 ഇൻറ്റു 27 ആണ്. അത് ചെയ്യാനായിട്ട് 27 ഇൻറ്റു 27 ഇസ് ഈക്വൽ ടു 7 49 9, ബാക്കി 4, ഒരു 7 2 14, 14 4 18. ഓക്കെ, ഒരു 2 14, 14 4, ബാക്കി 1, ഒരു 2 2 2 2 4 4 3 5, 9 12 1 7 729. ഓക്കെ, 729 ആണ് നമ്മുടെ 27ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇവിടെ എഴുതി 729, 729 മൈനസ് 4 ഇൻറ്റു 180. നമുക്ക് ചെയ്യുമ്പോൾ 180 ഇൻറ്റു 4. ഇത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 180 360 540 720. അതായത് ഇത് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ള ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക 180. ഇനി അതൊരു ചതുരത്തിന്റെ അകക്കോണുകളുടെ തുക 360. ഇതുപോലെ തന്നെ പഞ്ചഭുജത്തിന്റെ 5 ഭുജങ്ങളുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് 540. ഇനി 6 ഇതുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് 720 എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ, 180 ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു 0, 1 8 2 8 16, 32 32 2, ബാക്കി 3, ഒരു 4 4 4 3 7 720. സോ 720 മൈനസ് ചെയ്യാം. 729 നിന്ന് 720 കുറയ്ക്കുന്ന സമയത്ത് 9 ആണ് നമുക്ക് ഉത്തരം വരുന്നത്. ഈ 9 എന്ന് പറയുന്നത് എന്താ? 9 എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് എ മൈനസ് ബി ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതായത് ഈ സ്ക്വയർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റൂട്ട് ആവും. അതായത് പ്ലസ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് മൈനസ് ആവും, ഇൻറ്റു അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഡിവിഷൻ ആവും, സ്ക്വയർ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് റൂട്ട് ആവും. ഓക്കെ, അപ്പോൾ റൂട്ട് എത്രയാ? റൂട്ട് 9 എന്ന് പറയുന്നത് എത്രയാണ്? ഒന്നുകിൽ പ്ലസ് 3 ആയിരിക്കാം, അല്ലെങ്കിൽ മൈനസ് 3 ആയിരിക്കാം. അപ്പൊ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടി, ഒന്നുകിൽ പ്ലസ് 3 അല്ലെങ്കിൽ മൈനസ് 3. ഒന്നുകിൽ ഇങ്ങനെ എഴുതാട്ടാ, പ്ലസ് ഓർ മൈനസ് 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? എ മൈനസ് ബി കണ്ടുപിടിച്ചു. എ മൈനസ് ബി ഇവിടെ കണ്ടുപിടിച്ചു. എ മൈനസ് ബി നമുക്ക് ഇവിടെ എഴുതി വയ്ക്കാം. എ മൈനസ് ബി എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താണ്? ഒന്നുകിൽ പ്ലസ് 3 അല്ലെങ്കിൽ മൈനസ് 3. സോ പ്ലസ് ഓർ മൈനസ് 3 കിട്ടിയല്ലോ. അപ്പൊ ആദ്യത്തെ പരിപാടി ഇതാണ് നമ്മൾ ചെയ്തു വെച്ചത്. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത കാര്യം ക്ലിയർ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇട്ടാ, ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ കാര്യം ചെയ്തു, സ്റ്റെപ്പ് 1 ഇത് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്
നോക്കിക്കേ, ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള എ മൈനസ് ബി അല്ലേ. നമുക്ക് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 27 അല്ലേ. എ മൈനസ് ബി നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലോ. എത്രയായിരുന്നു? +3 ഉണ്ട് -3 ഉണ്ട്. നമുക്കിപ്പോ +3 വെച്ച് ചെയ്യാം. +3 ഇത് രണ്ട് തമ്മിലൊന്ന് കൂട്ടുക. ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 27 + 3 = 30. 27 + 3 = 30 ഈ പ്ലസ് ബിയും മൈനസ് ബിയും കട്ടായി പോയി. ബാക്കി എന്തുണ്ട്? എ ഉണ്ട്. എത്രയുണ്ട്? 2a ഉണ്ട്. 2a. a + a 2a. സോ 2a = 30 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് a = എന്താ? 30. ഇവിടെ കിടക്കുന്ന 2 ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത്, ഇവിടെ കിടക്കുന്ന ഇൻറ്റു ആയിട്ടുള്ള 2 അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താവും? ഡിവിഷൻ ആവും. മനസ്സിലായല്ലോ? ഡിവിഷൻ ആവും. സോ 30/2. സോ a = 15 എന്ന് കിട്ടും. ഓക്കെ, 30ൽ 2 15 പ്രാവശ്യം 15 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് a കിട്ടിയല്ലോ. a കിട്ടി. a എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടി. ഓക്കെ, a എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ നമുക്ക് ഒരു ഭാഗം കിട്ടി. a = 15. a 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് b കാണാമല്ലോ. അപ്പൊ നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഭാഗം ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫൈനൽ ആൻസർ എഴുതാനായിട്ട് പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം നോക്കിക്കേ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോക്കിക്കോളൂ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ a + b നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. a + b = 27 ആണ്. അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a കണ്ടുപിടിച്ചു. സോ എയുടെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എത്ര കിട്ടി നമുക്ക്? 15 അല്ലേ. 15a + b = 27 ആണെങ്കിൽ b = എത്രയാ? 27. ഈ 15 ഇങ്ങോട്ട് പോകുമ്പോൾ -15 = 27ൽ നിന്ന് 15 പോയി കഴിഞ്ഞാൽ 15, 16, 17, 12. 12 ആണ് ഉത്തരം. ഓക്കെ, സോ ബി കിട്ടി. ബി എന്ന് പറയുന്നത് b = 12 എന്ന് കിട്ടി. അപ്പൊ രണ്ടുത്തരം കിട്ടിയല്ലോ. ബിയും കിട്ടി, എയും കിട്ടി. സോ എന്താ നമ്മുടെ ഫൈനൽ ആൻസർ? എന്താ വരുന്നത്? ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് x + എത്രയാ? 15 ഇൻറ്റു x + b എത്ര കിട്ടിയിട്ടുള്ളത്? 12. ഇതാണ് നമ്മുടെ ഉത്തരം, ഫൈനൽ ഉത്തരം. ഓക്കെ, അപ്പോൾ 3 സ്റ്റെപ്പായിട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? a - b കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ a കണ്ടുപിടിച്ചു. അതിനുശേഷം b കണ്ടുപിടിച്ചു. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെയുള്ള നമുക്ക് ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എവിടെ വരെ നമ്മൾ ചെയ്തു നോക്കിക്കേ. ഓക്കെ, ഇതല്ല ഇനി ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ പേജ് നമ്പർ 197 ഒരു 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളൊന്ന് ചെയ്യാം. x² + 30x + 221. x² + 30x + 221. ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, ഞാൻ ചോദ്യങ്ങൾ മാത്രം ആദ്യം എഴുതി വയ്ക്കാടാ. അടുത്ത ചോദ്യം എന്തായിരുന്നു? x² + 4x. x² + 4x - 221. ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഓക്കെ, അത് ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ചെയ്യാം. ഈസിയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ സ്റ്റെപ്പുകളായിട്ട് ചെയ്യാം. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കാം. എന്താ തന്നിട്ടുള്ളത്? ഇതെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം നമുക്ക്. ആ സംഭവം എന്ന് പറയുന്നത് AB ആണ്. ദാറ്റ് ഈസ് a × b ആണ്. ഈ 30 എന്ന് പറയുന്നത് അത് a + b ആണ്. സെയിം കാര്യം നമ്മൾ എന്ത് ചെയ്തു? എഴുതി വെച്ചു. a + b = 30 ഉണ്ടോ? ഇത് a + b ആണ്. ഇത് a × b ആണ്. a × b = 221. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് a - b കണ്ടുപിടിക്കണം. a - b = നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ a - b കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനത് ഇവിടെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ a - b കാണാൻ പോകും. ഓക്കെ, a - b കാണാനായിട്ട് a - b whole square = a + b whole square - 4ab. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ =
എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് എ പ്ലസ് ബി നമുക്കറിയാം 30 ആണ്. 30ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 221 221. ഓക്കെ, സോ 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. ഓക്കെ, 900 മൈനസ് 221 ഇൻറ്റു 4, ഒരു 4 4 8 8 884. സോ 900 മൈനസ് 884. 900-ൽ നിന്ന് 884 മൈനസ് ചെയ്ത് നമുക്ക് 16 ഉത്തരം കിട്ടും. 16. ഓക്കെ, 16 ഉത്തരം കിട്ടും. അപ്പൊ ഈ 16 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? ഈ 16 എന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എ മൈനസ് ബി എത്രയാ? എ മൈനസ് ബി കാണുന്നുണ്ടെങ്കിൽ റൂട്ട് 16 ചെയ്യുക. ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 4 എന്ന് കിട്ടും. പ്ലസ് ഓർ മൈനസ് 4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മളിതാ ഇവിടെ ചെയ്തിട്ടുള്ള കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആയിരുന്നിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ മൈനസ് ബി കണ്ടുപിടിച്ചു. എ മൈനസ് ബി ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. പ്ലസ് അല്ലെങ്കിൽ മൈനസ് 4 നമുക്ക് ഏതെങ്കിലും എടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തത് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്ന് നോക്കിക്കേ. എ പ്ലസ് ബി എത്ര തന്നിട്ടുണ്ട്? 30. എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിച്ചു 4. രണ്ടും തമ്മിൽ പ്ലസ് ചെയ്യാം. അപ്പോൾ 30 പ്ലസ് 4 34. 30 പ്ലസ് 4 34 സീക്വൽ ടു 34 സീക്വൽ ടു ബിയും ബിയും പോയി ബാക്കി 2a. എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 2a. 2a സീക്വൽ ടു 34 ആണെങ്കിൽ എ സീക്വൽ ടു ഈ രണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 34 ഡിവൈഡ് ബൈ 2 സീക്വൽ ടു 34നെ പീസാക്കുമ്പോൾ നമുക്ക് 17 കിട്ടും. സോ എ സീക്വൽ ടു 17 എന്ന് കിട്ടി. എ സീക്വൽ ടു 17. മനസ്സിലായല്ലോ? എ സീക്വൽ ടു 17. ക്ലിയർ? ഓക്കെ, എ സീക്വൽ ടു 17. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടല്ലോ. തേർഡ് സ്റ്റെപ്പോട് കൂടിയിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ എഴുതാൻ പോകുന്ന തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. എ പ്ലസ് ബി നമുക്ക് അറിയാലോ. എ പ്ലസ് ബി സീക്വൽ ടു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? എ പ്ലസ് ബി സീക്വൽ ടു 30 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എ കണ്ടുപിടിച്ചു. എ എത്രയാ? 17 അല്ലേ? സോ 17 പ്ലസ് ബി സീക്വൽ ടു 30. സോ ബി സീക്വൽ ടു 30. ഈ 17 കൊണ്ട് പോകുമ്പോൾ മൈനസ് 17 ആവും. സോ 30-ൽ നിന്ന് 17 പോയി കഴിഞ്ഞാൽ ബി സീക്വൽ ടു 13 എന്ന് കിട്ടും. 13 കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. സോ 3 സ്റ്റെപ്പിൽ പരിപാടി കഴിഞ്ഞു. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്നിട്ടാ ബി കിട്ടിയല്ലോ. നമുക്ക് എയും കിട്ടി ബിയും കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ? എക്സ് പ്ലസ് എക്ക് പകരം നമ്മൾ എന്ത് എഴുതി? 17 ഇൻറ്റു എക്സ് പ്ലസ് 13. സോ ഇതാണ് ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതേ പാറ്റേണിൽ ചെയ്യട്ടെ. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതേ സെയിം പാറ്റേണിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പോൾ അടുത്ത ചോദ്യം എക്സ് സ്ക്വയർ മൈനസ് 4x എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 221. ഇതാണ് ചോദ്യം. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 221. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം. ഇത് എ ബി ആണ്. ഇതെന്ന് പറയുന്നത് എ ബി ആണ്. ഇത് എ പ്ലസ് ബി ആ. ഓക്കെ, നമുക്കിതൊന്ന് എഴുതി വയ്ക്കാം. എ പ്ലസ് ബി ഈക്വൽ ടു 4. ഓക്കെ, 4. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു നമ്മൾ ഒരിക്കലും എന്ത് എഴുതരുത്? 221 എന്ന് എഴുതരുത്. എന്താണത്? മൈനസ് 221 ആണ് കേട്ടോ. ഇവിടെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആൻസർ തെറ്റിപ്പോകും. സോ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, മൈനസ് 221 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് എ മൈനസ് ബി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതല്ലേ ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എ മൈനസ് ബി കണ്ടുപിടിക്കാൻ പോകുന്നു. ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. സോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ is equal to a plus b whole square minus 4ab. ഓക്കെ, is equal to a plus b എന്ന് പറയുന്നത് 4 അല്ലേ? 4ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എത്രയാ? എ ബി വന്നിട്ട് 221. ഓക്കെ, is equal to 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. മൈനസ് 4 ഇൻറ്റു 221. വെറും 221 ആണോ? അല്ല, മൈനസ് 221 ആണ്. തെറ്റിക്കരുത് കേട്ടോ. 221 ഇൻറ്റു 4 നമ്മൾ നേരത്തെ ചെയ്തു. 4 8 8 854 മൈനസ് 884.
ഈ മൈനസും മൈനസും തമ്മിൽ എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറും? 16 പ്ലസ് 884 എന്നാവും. ഓക്കെ, 16 പ്ലസ് 884. സോ എത്ര വരും അത്? 16 പ്ലസ് 884 എന്ന് പറയുമ്പോൾ 900 ആവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ 900 കിട്ടി. നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് എന്താ വേണ്ടത്? എ മൈനസ് ബി വേണ്ടത്. എ മൈനസ് ബി എന്ന് പറയുന്ന സമയത്ത് റൂട്ട് 900 ഇസ് ഈക്വൽ ടു 30 എന്ന് വരും. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 30 എന്ന് വരും. ഓക്കെ, കിട്ടിയല്ലോ. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 30. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 30. എന്ത് 30 ആവാം? പ്ലസ് 30 ആവാം, മൈനസ് 30 ആവാം. ഒന്നെങ്കിൽ പ്ലസ് 30 ആവാം, അല്ലെങ്കിൽ മൈനസ് 30 ആയിരിക്കും. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതുക എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4 പ്ലസ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 30. നമ്മളിപ്പോൾ പ്ലസ് 30 ആണ് എടുക്കുന്നത് കേട്ടോ. സോ 30 പ്ലസ് 4 34. ബിയും കട്ട് ചെയ്ത് പോയി. ഇവിടെ 2a. സോ 2a ഇസ് ഈക്വൽ ടു 34 ആണെങ്കിൽ a ഇസ് ഈക്വൽ ടു 34 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു a ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 17 എന്ന് കിട്ടും. സോ a നമുക്ക് കിട്ടി. ഓക്കെ, a കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? തേർഡ് സ്റ്റെപ്പിൽ എ പ്ലസ് ബി നമുക്കറിയാലോ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ നമുക്ക് കിട്ടി 17 അല്ലേ? 17 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4 ആണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു 4 മൈനസ് 17. 4 മൈനസ് 17 എന്ന് പറയുന്ന സമയത്ത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. ഓക്കെ, 17 നിന്ന് 4 കുറയ്ക്കുക, സോ 13 മൈനസ് 13. ഓക്കെ, അപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഏതൊക്കെ കിട്ടി നമുക്ക്? ബി കിട്ടി, എ കിട്ടി. സോ നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് എ എത്രയായിരുന്നു? 17. സോ എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് മൈനസ് 13. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത്. ഒരു ചോദ്യം കൂടി ഉണ്ട്, അതുകൂടി ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ടുള്ളതാണ്. ഇതേ പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 156. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 156. ഓക്കെ, ആദ്യം എന്ത് ചെയ്യും നമ്മൾ? ആദ്യം നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടില്ലേ? അതിന് ഞാനൊന്ന് മാറ്റി വരുന്നുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1x ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. എക്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ ഒരു എക്സ് ആണുള്ളത്. ഓക്കെ, 1x. ഓക്കെ, 1x മൈനസ് 156. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് എന്താണെന്ന് അറിയാം. ഇതെന്ന് പറയുന്നത് എ ബി ആണ്. ഈ 1 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? അത് എ പ്ലസ് ബി ആണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോ. എന്തൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു 156 ആണോ? അല്ല, മൈനസ് 156 ആണ്. ഓക്കെ, മൈനസ് 156 കേട്ടോ. ഓക്കെ, ഇസ് ഈക്വൽ ടു മൈനസ് 156. ഓക്കെ, നമുക്ക് എന്ത് കാണണം ആദ്യം? എ മൈനസ് ബി കാണണം. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു അത് ആദ്യം കാണാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? എ മൈനസ് ബി കാണണം. സോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. ഓക്കെ, ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. എ പ്ലസ് ബി ഉള്ളത് എത്രയാ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞത് എന്തുട്ടാ? എ ബി ഇസ് ഈക്വൽ ടു മൈനസ് 156. മൈനസ് 156 ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 4 24 4 ബാക്കി 2 4 5 20 22 22 ബാക്കി 2 1 4 4 624. എന്ത് 624? മൈനസ് 624. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? ഇത് മൈനസും മൈനസും തമ്മിൽ എന്താവും? 1 പ്ലസ് ആയി മാറും. ഓക്കെ, ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 625 എന്ന് കിട്ടും. എന്താ 625 കിട്ടിയിട്ടുള്ളത്? ഈ 625 കിട്ടിയിട്ടുള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് 625 എങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? എ മൈനസ് ബി ആണ് വേണ്ടത്. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് 625 ഇസ് ഈക്വൽ ടു 25. ഏതൊക്കെ 25 ആവും? പ്ലസ് 25 ആവും, അല്ലെങ്കിൽ മൈനസ് 25 ആവും. സോ പ്ലസ് ഓർ മൈനസ് 25. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ, അപ്പോൾ അത് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് നോക്കിക്കേ.
സെക്കൻഡ് സ്റ്റെപ്പ് ഇടാം. സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് ഇത് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടെത്തിയ 25 അല്ലേ. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 ആണ്, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 25 ആണ്. പ്ലസ് ചെയ്യുക, രണ്ട് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 26 ഇസ് ഈക്വൽ ടു ഇതും കട്ട് ചെയ്ത് പോയി 2a. ഓക്കെ, സോ 2a ഇസ് ഈക്വൽ ടു 26 ആണെങ്കിൽ a ഇസ് ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ a ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 13 എന്ന് കിട്ടും. ഓക്കെ, സോ a കിട്ടി. എ കിട്ടിക്കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യും? എ കിട്ടിക്കഴിഞ്ഞ് ഇനി ബി കിട്ടാനായിട്ട് മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സെക്ഷൻ, തേർഡിൽ എന്താ ചെയ്യണ്ടേ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 ആണ്. എ എന്ന് പറയുന്നത് 13 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് 13. സോ ബി ഇസ് ഈക്വൽ ടു വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 13 1 കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നമായിട്ടുള്ള 12. ഓക്കെ, കിട്ടിയല്ലോ. നമുക്ക് എ കിട്ടി, ബി കിട്ടി. Okay, so final answer will be x plus 13 into x minus 12. കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെയുള്ള പേജ് നമ്പർ എത്ര വരെ ചെയ്തു? പേജ് നമ്പർ 197 വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ്, അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇതുവരെ നിങ്ങൾ ഒരുപാട് പേര് വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടില്ല, ചാനൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം.